ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരുവന് ലഭിക്കുന്ന ബോധ്യങ്ങളെക്കുറിച്ചാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവിടുന്ന് നമുക്ക് ബോധ്യങ്ങൾ നൽകും. ഇവയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ബോധ്യം നമ്മെ സ്വർഗത്തിലെത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ത്രിവിധ ബോധ്യങ്ങൾ കുറെ കൂടി ആഴമുള്ള വ്യക്തികളാക്കി നമ്മെ മാറ്റും. ഈ ലോക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാകട്ടെ സങ്കടങ്ങളാകട്ടെ ഇവയൊന്നും നമ്മെ വല്ലാതെ അങ്ങ് പ്രയാസപ്പെടുത്തുകയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ബോധ്യം ലഭിച്ച പൗലോസിനും സീലാസിനും ലഭിച്ച പ്രഹരങ്ങൾ, അടികൾ അത്രയേറെയാണ്. എന്നിട്ട് അവരെ കൊണ്ടുപോയി കാരാഗൃഹത്തിലിട്ട് ഈ വേദനയുടെയും കൈപ്പേറിയ അനുഭവത്തിൻ്റെയും നടുവിൽ പൗലോസും സീലാസും രാത്രിയായപ്പോൾ ചെയ്യുന്നത് കിടന്നുറങ്ങുകയല്ല, മറിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആനന്ദഗീതം, സങ്കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങി എന്ന വചനം പറയുന്നു. അടികൊണ്ടതിൻ്റെ പേരിൽ ആനന്ദിക്കാൻ പറ്റുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആർക്ക് പറ്റും? ആത്മാവിനാൽ നിറഞ്ഞ മനുഷ്യർക്ക് മാത്രമേ അടികൊണ്ടാലും പ്രഹരമേറ്റാലും അതിനെ ഓർത്ത് ആനന്ദിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഇപ്രകാരം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആനന്ദഗീതം ആലപിച്ചപ്പോൾ വചനം പറയുന്നു, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. തുടർന്ന് ഈ കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തകർക്കപ്പെട്ടു. അവരുടെ കയ്യിൽ ആമം വെച്ചിരിക്കുക, ചങ്ങലക്കിട്ടിരിക്കുക. ആ ചങ്ങല മുഴുവനും പൊട്ടിത്താഴെ വീണു. എന്ന് വെച്ചാൽ മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരാഗൃഹത്തിൻ്റെ വാതിൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ പൊളിക്കാൻ പറ്റില്ല. ഒരുവനും പൊളിക്കാൻ പറ്റാത്തത്ര ബലമുള്ളതായിരിക്കും കാരാഗൃഹത്തിൻ്റെ വാതിൽ. ഒരുവൻ്റെ കൈകൾ ചങ്ങലക്കിട്ട് പൂട്ടിയാൽ അത് തുറക്കാൻ അവന് കഴിയില്ല, പുറത്തുള്ളൊരു ശക്തിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞേ, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരുവന് പറ്റാത്തത് നീ നിൻ്റെ ജീവിതത്തിൻ്റെ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും മുന്നിൽ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും സാധിച്ചാൽ നിനക്കപ്പുറത്തുള്ള ശക്തി, അത് ദൈവത്തിൻ്റെ ബലമാണ്, അത് ഇടപെടുക തന്നെ ചെയ്യും. എത്ര വലുതാണെങ്കിലും കാരാഗൃഹത്തിൻ്റെ വാതിൽ പോലെ എത്ര കാഠിന്യമുള്ള പ്രശ്നമാണെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ നീ നിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും തുടങ്ങിയാൽ ഉറപ്പ വചനം നൽകുന്ന ഗ്യാരണ്ടിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം സുനിശ്ചിതമാണ്. ഈ ഒരവസ്ഥ കണ്ട് കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ആത്മഹത്യ ചെയ്യാൻ പോണെയാണ്. കാരണം പിടികിട്ട പുള്ളികളെയാ അടച്ചത്. അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി മരിക്കാൻ, ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ കാരാഗൃഹ വാതിൽ സൂക്ഷിപ്പുകാരൻ തുനിയുമ്പോൾ പൗലോസ് വിളിച്ച് പറയണ, എന്താ നീ അബദ്ധമൊന്നും കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, വിളക്കം കൊണ്ടുപോവാ. അവൻ വരുമ്പോൾ കാണുന്നത് എന്താ? ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരെയാ. ഈ മനുഷ്യൻ ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടേ? എനിക്കിതിനെക്കാട്ടിയും വലുതൊരു സാക്ഷ്യം വേണ്ട, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നതിൻ്റെ. അവർ പറയുന്നു, നീ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുക. അവൻ ഇവരെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുകയും മുറിവുകൾ വച്ച് കെട്ടുകയും അവസാനം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബോധ്യം നമ്മെ കുറെ കൂടി സ്വർഗത്തോടടുപ്പിക്കും. സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ജീവിക്കുവാൻ, മുന്നേറുവാനുള്ള ബോധ്യം നമുക്ക് തരും. അപ്പോൾ ഈ ലോകത്തിൻ്റേതാകുന്ന ഒന്നും നമ്മെ വല്ലാതെ അങ്ങ് പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഇല്ല.